പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് ഓഫ് ഫാൻസ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം ഫാനി ജോസ് ഈസ് ഓൺ ദ ലൈൻ. ഫാനിയോട് ചേർന്ന് നമുക്ക് അല്പസമയം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? ആമേൻ. ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. നമ്മുടെ പാപ സാഹചര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർത്താവിനെ സഹായിച്ച ഒരു സത്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മറന്നു പോകാറുള്ളത് നമ്മുടെ മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്, നമുക്കൊരു അവസാന യാത്രയുണ്ട് എന്നുള്ള കാര്യം. ആമേൻ. ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഒരു മറുകര ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, രോഗമില്ലാത്ത, ദാഹമില്ലാത്ത, മരണമൊന്നുമില്ലാത്ത ആ നിത്യനാട്ടിൽ എത്തുവാൻ പ്രത്യാശയോടെ കൊതിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയുടെ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. മറുകരയിൽ നാം കണ്ടിടും, മറുവിലയായി കണ്ടവർ. മറുകരയിൽ നാം കണ്ടിടും, മറുവിലയായി തന്നവനെ ഒന്നത്തേരുവിൽ വീണ്ടും കാണും പ്രിയനെയാതിരത്തി. മറുകരയിൽ നാം കണ്ടിടും, മറുവിലയായി തന്നവനെ ഒന്നത്തേരുവിൽ വീണ്ടും കാണും പ്രിയനെയാതിരത്തി. മുറവിളിയും ദുഃഖവുമില്ല ഉത്തരേരുശലേം നഗരമതി. പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല ഉത്തരേരുശലേം നഗരമതി. പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും, മറുവിലയായി തന്നവനെ ഒന്നത്തേരുവിൽ വീണ്ടും കാണും പ്രിയനെയാതിരത്തി. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. ഓ ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൻ
ഭാഗ്യകരമായ പ്രത്യാശയുള്ള ദൈവജനത്തിലായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും കൈകപ്പെടുവിൻ എന്ന വാക്ക് പറഞ്ഞവന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കൈകൾ അടിച്ച ദൈവത്തെ ആത്മശക്തിയോടെ ആത്മനിറവോടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയണം. ആ ദൈവത്തിന്റെ ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനം നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുതുരുകിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുതുരുകിലും. രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാമെന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാമെന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, നന്മകൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഓ യേശുവേ ആരാധ്യരേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ
ശാന്തനം. ഞങ്ങളുടെ പ്രിയ പിതാവേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും അവിടുത്തെ ഉള്ള കരത്തിൽ കർത്താവിടുന്ന് വഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയെ മുടക്കാത്ത ദൈവം സന്നിധി വിശുദ്ധിയോടെ നേരോടെ ജീവിപ്പാൻ അവരുടെ ജനത്തിന് ദൈവകൃപ നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവപ്രവൃത്തി അവിടെ നയിക്കുന്നതിന് സ്തോത്രം. കർത്താവിന്റെ വീര്യഭുജത്തെ ഈ ജനത്തിന് മേൽ നീട്ടുന്നതിന് നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കർത്തൃദാസന്മാരെയും സഹോദരിമാരെയും ബാക്കി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും ഈ മീറ്റിങ്ങുകൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് അവിടവിടങ്ങളായി കർത്താവ് പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളോട് ടെസ്റ്റ് മണിയായി പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ നിന്ന് പാസ്റ്റർ ജോസ് പ്രകാശ് ആൻഡ് സിസ്റ്റർ ഷീജയാണ് നമ്മളോട് കൂടെ ആയിരിക്കുന്നത്. അനേകം വർഷങ്ങളായി 29 വർഷമായി നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് അനേകം കഷ്ടങ്ങളിലൂടെയും അനേകം പ്രയാസങ്ങളിലൂടെയും എല്ലാം കടന്നു പോയിട്ടും കർത്താവിന് വേണ്ടി കർത്താവിന്റെ ആ മഹത്വകരമായ ശുശ്രൂഷയിൽ ആമേൻ ആ വേല തികയ്ക്കുന്നതിനായി സ്വന്തം ജീവൻ വരെ കൊടുത്തുകൊണ്ടാണ് ആമേൻ പ്രിയപ്പെട്ടവരായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരും കുടുംബങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഏവരും കടപ്പെട്ടിരിക്കുന്നു. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ന് നമ്മളോട് ജോസ് പ്രകാശ് പാസ്റ്ററാണ് സാക്ഷ്യവചനമായിട്ട് പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് പോത്തൻകോട് നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വദേശം, അവിടെയാണ്. എന്നാൽ കർത്താവ് നൽകിയ ആ പ്രേരണ, ആ സുവിശേഷ അഗ്നി തന്നിൽ ഉള്ളത് കൊണ്ട് 29 വർഷമായി നോർത്ത് ഇന്ത്യയിലാണ്. പല പ്രാവശ്യം ജയിലുകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഭീഷണികളുടെ നടുവിൽ തന്നെയാണ് അവരുമായിരിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം നടുവിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ധൈര്യത്തോടുകൂടി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ആ ഒരു ധൈര്യം പ്രത്യാശയും ആ പ്രിയപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗ്രാമങ്ങളിലൊക്കെയാണ് പോയി സുവിശേഷ പ്രവർത്തനം നടത്തുകയും അനേക സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ നിന്ന് തന്നെ കർത്താവ് ഇത്ര നാളെ എങ്ങനെയാണ് നടത്തിയതെന്നൊക്കെ കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ ഞങ്ങളായിരിക്കുന്നു. കർത്തൃദാസനെയും കുടുംബത്തെയും അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ ജോസ് പ്രകാശ് ആൻഡ് സിസ്റ്റർ ഷീജ. എന്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കേൾക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ രാവിലെ, അമേരിക്കയിൽ രാത്രിയിലുമാണ് ഒരുമിച്ച് കാണുവാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലെ എല്ലാ ഭാരവാഹികൾക്കും ആദ്യം എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ മാത്യു ഉമ്മൻ സാറിന് എൻ്റെ ഹൃദയ നന്ദി. ഞങ്ങൾ തമ്മിൽ കണ്ട് പരിചയമില്ല എങ്കിലും ഞങ്ങൾക്ക് ഫോണിൽ കൂടെ നല്ലൊരു പരിചയം വെക്കുവാൻ സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചു. ദേവദാസിനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസി ഷേർലി യോബിനെ എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദേവദാസിയെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഒത്തിരി നേരം ഫോണിൽ കൂടി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യത്തിൽ കൂടി സംസാരിപ്പാൻ ഒരു അവസരം നൽകി. ദേവദാസിയെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നല്ല മനോഹരമായ പാട്ട് പാടിയ ഫാനി ജോസിന് എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. മറുകരയിൽ നാം കണ്ടിടും, പ്രത്യാശയുള്ളതായ നല്ല പാട്ടുപാടി ദേവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്തതായ പാസ്റ്റർ മാത്യു സാറിന് എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോസ് പ്രകാശ് ജോർജ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്.
നോർത്ത് ഇന്ത്യയിൽ ഫത്തേപൂർ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു വരും. എൻ്റെ ഭാര്യ ഷീജ ജോസ് ചെങ്ങന്നൂരുകാരിയാണ്. ഞങ്ങള് വിവാഹം കഴിച്ച് അന്ന് മുതൽ ദൈവകൃപയിൽ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്തു വരുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തത് മോളാണ്, രണ്ടാമത്തത് മോനാണ്. അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിത യാത്രയിൽ, നോർത്ത് ഇന്ത്യൻ മിഷണറി യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ മാത്രം. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി കർത്താവ് എന്നെ ഈ ദേശത്ത് കൊണ്ടുവരികയും കർത്താവിന്റെ വേലയ്ക്കായി നിർത്തി കർത്താവ് ഇത്രത്തോളം മാനിപ്പാൻ കർത്താവ് സഹായിച്ചു. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാരണം, ദൈവം വലിയവനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നീണ്ട വർഷങ്ങളോളം നടന്നതായ സംഭവം ചെറുതായിട്ട് നിങ്ങളുടെ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 1996 ജൂലൈ മാസം 6-ാം തീയതിയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞാൻ യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഇവിടെ വന്ന അന്നു മുതൽ ദൈവം എന്നെ പ്രേരിപ്പിച്ച പല അത്ഭുത വഴികളിൽ കൂടി നടത്തി ദൈവം എന്നെ പല കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കർത്താവിന്റെ കൃപയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. 1999 ഞാൻ ആദ്യമായിട്ട് സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ എനിക്കൊരു അപകടമുണ്ടായി. ഈ നോർത്ത് ഇന്ത്യൻ മിനിസ്റ്ററി ഒത്തിരി അപകടങ്ങൾ കേരളത്തിൽ വെച്ചുണ്ടായിട്ടുണ്ട്, ഒത്തിരി പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യൻ മിഷണറിയുടെ അകത്ത് എനിക്കുണ്ടായ അനുഭവം അത് ഷെയർ ചെയ്യുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ സമർപ്പിക്കുന്നു. 1999 ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം വലിയൊരു അപകടത്തിൽ വീണു. എന്നിൽ കൂടി സഞ്ചരിച്ചിരുന്ന ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി, ഡ്രൈവർ, തൽക്ഷണം മരിപ്പാനിടയായി. ആ വാഹനത്തിൽ നിന്ന് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ 6 പേരെയും ആ വാഹനത്തിൽ കയറ്റി ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജിൽ കൊണ്ട്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു ഇട്ടിരുന്നു. മോർച്ചറിയുടെ മുമ്പിലാണ് എന്നെ കൊണ്ടിട്ടിരുന്നത്. കാരണം ഓൾമോസ്റ്റ് മരിച്ചുപോയി, ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചു. അപ്പോ എൻ്റെ ശരീരത്തിൽ നേഴ്സുമാർ കടന്നു വന്നിട്ട് ബ്ലഡ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നേഴ്സിന് തോന്നി, ഇതൊരു മലയാളിയാണല്ലോ. ഒരു മലയാളി നേഴ്സായിരുന്നു എൻ്റെ ശരീരത്തിന്റെ ബ്ലഡ് തുടച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരത്തിൽ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സ് ഉണ്ടായിരുന്നു. പേഴ്സിനകത്ത് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് ജോസ് പ്രകാശ് ജോർജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഇന്ന ആളിനെ അറിയാമോ എന്ന് പറഞ്ഞു. അറിഞ്ഞ മലയാളിയാണ്, ഇന്ന ആളിനെ അറിയാം. പെട്ടെന്ന് അവർ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മരിച്ചു പോയി പോലെ അവസ്ഥയിലായിരുന്നു. പക്ഷേങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയട്ടെ, മരണത്തിൽ നിന്ന് അവിടെ നിന്ന് കർത്താവ് എന്നെ വിടിയിപ്പാൻ കർത്താവ് സഹായിച്ചു. മരണത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന് ഈ സമയം എൻ്റെ സാക്ഷ്യം പറയുവാൻ ഇടയാകുന്നത് ദൈവത്തിന് ചില ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്തിൽ ഞാൻ സാക്ഷിയായി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. 2001 500-ലധികം പേര് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മധ്യേ ഒത്തിരി വിരോധികൾ കടന്നു വരാനിടയായി. കുറേ ആൾക്കാർ, ക്രിസ്തു വിരോധികൾ കടന്നു വന്നു. ഏകദേശം 50-ലധികം ആൾക്കാർ. ഞങ്ങൾ ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ അതിമനോഹരമായിട്ട് ഹിന്ദി പാട്ടുകൾ പാടി. ഞങ്ങളുടെ ഹിന്ദിക്കാരുടെ ഇടയിലാണ് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. ഹിന്ദി ആരാധന നടന്നുകൊണ്ടിരിക്കവേ തന്നെ ചുറ്റുപാടിൽ ഒത്തിരി പേര് വന്നു. 400-ലധികം പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 40-ലധികം ആൾക്കാര് അവരുടെ ദേവനെയും
അവരുടെ ആ സമയത്ത് അവർ ഒത്തിരി അവരുടെ ദേവനെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്കെതിരായി കടന്നു വരികയും ഞങ്ങൾ ഇരുന്ന കസേര എടുത്ത് ഞങ്ങളെ അടിക്കുകയും ഞങ്ങൾക്ക് വളരെ എൻ്റെ അടുത്തിരുന്ന ഒരു ദേവദാസന്റെ തല പൊട്ടി ബ്ലഡ് ധാരധാരയായി തലയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നെ ശരീരത്തിന്മേൽ ഒത്തിരി ഉപദ്രവിച്ചു. ശരീരം ആകും എനിക്ക് നടക്കാൻ കഴിയാതെ വന്ന വളരെ പ്രയാസമായി. എന്നെ ഉടനെ തന്നെ എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാലും ഒരു കൈയും ഒരു ഭാഗം മുഴുവനും പാരലൈസ് ആയതുപോലെ എനിക്ക് നടക്കാൻ കഴിയാതെ ഭയങ്കര നീരുകൊണ്ട് ഭാരപ്പെട്ടു. പലരും പറഞ്ഞു, പാസ്റ്റേ ഇനി പാസ്റ്ററിന് ഇവിടെ ഇനി പ്രവർത്തിക്കാൻ പറ്റത്തില്ല, പാസ്റ്റർ തിരിച്ചു പോകണം. ഞാൻ വളരെ ഭാരപ്പെട്ടു. കർത്താവേ, അങ്ങ് എന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്റെ വേലയോടുള്ള ആണല്ലോ എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത്, എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും? എൻ്റെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ മിഷണറി പ്രവർത്തനം തീർന്നു പോകും. ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കും. ഞാൻ തിരിച്ച് ഏതായിരുന്നാലും എന്നെ വണ്ടി കയറ്റി എന്നെ വിട്ടു. ഞങ്ങൾക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞങ്ങൾ 3 ടിക്കറ്റ് അവർ കൺഫേം ചെയ്ത് പാസ്റ്റർമാരെല്ലാം കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. താഴത്തെ ബർത്തും മിഡിൽ ബർത്തും പിന്നെ മുകളിലത്തെ, അങ്ങനെ 3 ബർത്ത് എനിക്ക് അവര് കൺഫേം ആക്കി തന്നു. ഒരു ദൈവദാസൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഞങ്ങളെ ആക്കി. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തു, നാട്ടിൽ പോയി. അപ്പോൾ എൻ്റെ കാല് നിവർത്തി താഴോട്ട് ഇടാൻ പറ്റത്തില്ല. അതുപോലെ കാലിന് ഭയങ്കര നീരായിരുന്നു. ഒരു കൈയും എനിക്ക് അനക്കാൻ പറ്റത്തില്ല. എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പോകുന്ന പോക്കിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നെ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിനാണല്ലോ എന്നെ കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ നിരാശയോടെയാണ് നാട്ടിലേക്ക് പോകുന്നത്. 3-ാമത്തെ ദിവസം ഞാൻ നാട്ടിലെത്തി. നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവും എൻ്റെ മാതാവും അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്ന് അവർ ഈ ഭൂമിയിലില്ല. രണ്ടുപേരും ഈ ലോകം വിട്ട് കടന്നുപോയി. നാട്ടിൽ ചെന്ന ഉടനെ എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ഒരു കാര്യം പറയട്ടെ. എൻ്റെ മാതാവും പിതാവും പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ നീരുകൾ, വേദന ഒക്കെ മാറിയിട്ട് ഒരു നോർമൽ ശരീരമാക്കി ദൈവം എന്നെ മാറ്റി. 4-ാമത്തെ ദിവസം തിരിച്ച് അതേ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്ത് വരിക. ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ദൈവം എന്നെ നോർത്ത് ഇന്ത്യൻ മിഷണറിയിൽ എന്നെ പഠിപ്പിച്ചതായ ഒരു പാഠമാണ്. അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തത്. ഞങ്ങൾ ട്രെയിനിന്റെ വാതിക്കൽ അവിടെ ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് അതിന്റെ താഴെ കിടന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ലാത്ത അനുഭവം, പൈസ കൊടുത്ത് സാധനം മേടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 3 ദിവസം യാത്ര ചെയ്തു, വീട്ടിൽ വന്നു. യാത്രയും മധ്യയിൽ എൻ്റെ വൈഫ് ഒത്തിരി വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ, കാരണം എനിക്ക് ആഗ്രഹം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കണം. എൻ്റെ ഉള്ളിനകത്ത് കിടക്കുന്ന അതേ ഒരു ദാഹം കിടക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് തിരിച്ചു വരിക. വഴിയിൽ വെച്ച് അവളിനോട് പറഞ്ഞു, പപ്പ എനിക്കൊരു വടയും ചായയും വേണം. അതുപോലും മേടിച്ചു കൊടുക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ കയ്യിൽ 110 രൂപ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം, ഞാൻ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങി എൻ്റെ വീട്ടിൽ വരെ, ഞാൻ താമസിക്കുന്ന റൂം വരെ പോകണമെങ്കിൽ അന്ന് 100 രൂപയാവും. 10 രൂപ എക്സ്ട്രാ വെച്ചിരിക്കുക. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കപ്പെടും. ഞങ്ങൾ യാത്ര ചെയ്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങി. അതുവരെ വിശന്നായിരിക്കുന്ന പുള്ളിക്കാരിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. 3 ദിവസത്തെ യാത്രയിലായിരുന്നു. ഞാൻ ഓട്ടോ പിടിച്ചു, നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആരാധന നടന്നിരുന്ന ഞങ്ങൾ താമസിച്ച റൂമിനകത്തായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞു, ഓടിച്ചെന്ന് സ്തോത്രാഴ്ച പാത്രത്തിനകത്ത് നോക്കിയിട്ട് വേണം ഓട്ടോക്കാരന് പൈസ കൊടുക്കണം. ഞാൻ ഓട്ടോക്കാരന് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഓട്ടോ നിർത്തി നേരെ ചെന്ന് റൂമിൽ പോയി ആ സ്തോത്രാഴ്ച പാത്രം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് 500-ന്റെ 2 നോട്ടുണ്ടായിരുന്നു. ദൈവം കരുതുന്ന വഴികൾ ഓർത്താൽ നമ്മുടെ ഞെരുക്കങ്ങൾ, നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവം അറിയുന്നുണ്ട്. പക്ഷെങ്കിൽ പെട്ടെന്ന് എനിക്കറിയത്തില്ല ഈ പൈസ ആ സ്തോത്രാഴ്ച പാത്രത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഊഹം.
പക്ഷേ എങ്കിൽ ദൈവം എന്നെ അവിടെ കരുതി ഇരുന്നു എന്നുള്ളത് സത്യമാണ്. പെട്ടെന്ന് വരികയും ഞാൻ തന്നെ ആഹാരം മേടിച്ചു, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു, വളരെ സന്തോഷമാണ്. 2001 ഇങ്ങനെ വലിയൊരു അപകടം ജീവിതത്തിൽ കടന്നു വന്ന് അത് എൻ്റെ ജീവിതത്തിൽ പഠിക്കാനുള്ള ഒരു അനുഭവം ദൈവം എനിക്ക് നൽകി. എങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റും എന്നുള്ളതിന്. 2002 ഞാൻ ദൈവത്തിന്റെ വചനവും ഞങ്ങൾ താമസിക്കുന്ന ഏരിയ മുഴുവനും ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ചർച്ചിനകത്ത് കുറച്ച് വിശ്വാസികളേ ഉള്ളൂ. അപ്പം കൂടുതൽ ഞങ്ങൾക്ക് വാടക കൊടുത്ത് താമസിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഒന്ന്, സർവ്വ വിശ്വാസികൾ തുച്ഛമായ പൈസ ഞങ്ങൾക്ക് തരത്തുള്ളൂ. വരുമാനം ഞങ്ങൾക്ക് വളരെ കുറവ്, ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പൊ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു വരുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക് ചിലപ്പം 200 രൂപ കിട്ടും, ചിലപ്പോൾ 100 രൂപ കിട്ടും, ചിലപ്പോൾ 250 രൂപ കിട്ടും. ഒരു ട്രാക്ടറിന് 10 രൂപ, ചിലതിന് 5 രൂപ. അപ്പോൾ അത് പറയുന്നത് യേശുവിന്റെ വചനമാണ്, നിങ്ങൾ മേടിപ്പിനെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കും. എന്നാൽ ഈ ട്രാക്ടറിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ദിവസം തോറും ഞങ്ങൾ ജീവിച്ച് കടന്നു പോകുന്നത്. ആ സമയത്ത് കുറച്ച് ക്രിസ്തു വിരോധികൾ ഞാൻ ഈ പുസ്തകം വിൽക്കുന്നതും യേശുവിനെ കുറിച്ചുള്ള വചനം പറയുന്നത് കേട്ടിട്ട് അവിടെ നടത്തുന്ന അമ്പലത്തിൽ നടത്തുന്ന പൂജാരികൾ വന്നിട്ട് എനിക്കെതിരായിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസുകാര് 4 പേരോളം അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇങ്ങനെ പുസ്തകം കൊടുക്കുന്നതാണ് കണ്ടത്. എൻ്റെ കൈക്ക് പിടിച്ചു എന്നെ അടിച്ചും കൊണ്ട് അവിടെ തുടങ്ങിയ അടി ഒരു പോലീസ് സ്റ്റേഷൻ വരെ എന്നെ അടിച്ചു. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. എന്നെ നടത്തിക്കൊണ്ടാ പോയത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടിരുന്നു. എന്നോട് പറഞ്ഞു, നീ കസേരയിൽ എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നീ ഇരിക്കാൻ പറഞ്ഞു. 2 മണിക്കൂറോളം എന്നെ കസേരയിൽ ഇല്ല, പക്ഷെങ്കിൽ കസേരയിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നത് പോലെ അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് അന്ന് നല്ലവണ്ണം ഹിന്ദി അറിയത്തില്ല. എനിക്ക് വളരെ തുച്ഛമായ ഭാഷ കുറച്ചേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ ഇരുന്നു. അപ്പോഴത്തേക്ക് ആരോ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ പാസ്റ്റർ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സംഘടനയിലെ നേതാക്കന്മാർ അവിടെ കടന്നു വരികയും അവരോട് സംസാരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തു. പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നീ സൗത്തിൽ നിന്ന് ഇവിടെ വന്നു, ഏകദേശം 3000 കിലോമീറ്റർ ഉണ്ട്. ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് സ്റ്റേഷൻ വരെ കൊണ്ടുപോയതുപോലെ ഇവിടെ നിന്ന് അടിച്ച് ഞാൻ കേരളം വരെ കൊണ്ടുപോകുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ദൈവം എന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യാനാണല്ലോ കൊണ്ടുവന്നത്. ഇതെല്ലാം സഹിക്കാനായിട്ടും പഠിക്കാനായിട്ടും ദൈവം എന്നെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് 2003 ഇപ്പൊ എല്ലാ വർഷത്തിലും ഞാൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ആഗ്രഹം, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ഈ ദേശത്ത് ചെയ്യണം. കാരണം അങ്ങ് എന്താണ് എന്നിൽ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതങ്ങ് അവിടെ ചെയ്യണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വരികയായിരുന്നു. 2003 ദൈവം എനിക്കൊരു വലിയൊരു ദർശനം നൽകി. ഈ നോയിഡ പ്രദേശം വിട്ടിട്ട് UP-യുടെ മധ്യഭാഗത്തേക്ക് കടന്നു പോകാം. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇതുപോലെ ദൈവം എന്നെ ദർശനം കാണിച്ചു, നമുക്ക് UP-യുടെ മധ്യഭാഗത്ത് പോകാം, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് തമാശയിൽ കൂടെ ആണെങ്കിലും പറഞ്ഞു, ഇവിടെ വെച്ച് നമ്മൾ പോലീസുകാരുടെ അടി മേടിക്കുന്നത്, ഇനി UP-ക്ക് അകത്ത് പോയി നമ്മൾ മേടിക്കണോ എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഉള്ളിനകത്ത് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവം എവിടെ അയക്കുന്നോ അവിടെ ഞങ്ങൾ പോകും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വർഷത്തിലും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ ദൈവം ഞങ്ങൾക്ക് ദർശനം നൽകി. UP-യിൽ കർത്താവിന്റെ വേലയ്ക്കായി നീ കടന്നു പോകും. 2007 ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പൊ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വിറ്റു. ഞങ്ങൾക്ക് അലമാര ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സകലതും വിറ്റ് കഴിഞ്ഞ് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ട്രക്കിന് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ച് സാധന തുണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രക്കിനകത്ത് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ട്രക്കിലായിരുന്നു. നോയിഡയിൽ നിന്ന് ഞങ്ങൾ നേരെ UP-യിലേക്ക്, ഏകദേശം ഫത്തേപൂരിലേക്ക് വരണമെങ്കിൽ
12 മണിക്കൂർ എടുക്കും. എന്നാൽ അവർ ഞങ്ങൾക്ക് 24 മണിക്കൂർ എടുത്തു. ഞങ്ങൾ രാത്രി മുഴുവനും ആ ദിവസം മുഴുവനും ട്രക്ക് യാത്ര ചെയ്തു. ഞാൻ അന്ന്, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അന്ന് എൻ്റെ മൂത്ത മോക്ക് 5 വയസ്സും ഇളയ മോന് 1 വയസ്സേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ യാത്ര മധ്യേ ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസമുണ്ടായി. പലപ്പോഴും ട്രക്ക് ഇടയ്ക്ക് നിർത്താറുണ്ട്, ഡ്രൈവർ ഇറങ്ങി വന്ന് ഞങ്ങളെ നോക്കാറുണ്ട്. ഉള്ളിനകത്ത് പേടി ഉണ്ടായിരുന്നു, ഇവര് എന്നെ കൊല്ലുമോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ നശിപ്പിക്കുമോ. കാരണം വിജനമായ സ്ഥലമാണ്. യാത്രയുടെ മധ്യേ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാടുകളുണ്ട്, ജംഗലുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. കർത്താവേ, നീ ഞങ്ങളെ ദർശനം കാണിച്ച സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ദൈവ ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ ചെയ്യും. രാത്രിയിൽ ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുപോയി എത്തി. അവിടെ വന്ന് കയറി ഉടനെ തന്നെ പെട്ടെന്നുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ വന്നു, റൂമിനകത്ത് കയറി. അപ്പൊ നേരത്തെ ഞാൻ റൂം ഇവിടെ എൻ്റെ പരിചയപ്പെടുന്ന ഒരാൾക്കാർ മുഖാന്തരമാണ് സംസാരിച്ച് റൂം അറേഞ്ച്മെന്റ് ചെയ്തിരുന്നത്. അവർ ഞങ്ങൾക്ക് റൂം അറേഞ്ച്മെന്റ് ചെയ്തു. വന്ന് റൂമിനകത്ത് കയറി. അന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പോൾ, കാരണം അന്ന് ഞങ്ങൾക്ക് ട്രക്കിന് കൊടുക്കാനുള്ള പൈസ അല്ലാതെ വേറെ ഒരു പൈസ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പിറ്റേ ദിവസം മുതൽ കുഞ്ഞുങ്ങൾ കരയുന്നു, പാല് മേടിക്കാൻ നിവൃത്തിയില്ല. ഭാര്യയ്ക്ക് വളരെ വിഷമായി, യാത്ര ക്ഷീണമുണ്ട്, ആഹാരമില്ലാത്ത വലിയൊരു കണ്ടീഷൻ. പുള്ളിക്കാരിയെ എടുത്ത് എന്നോട് പറയാം, അപ്പൊ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വന്നത് ഞങ്ങളെ പട്ടിണിയിട്ട് ഞങ്ങളെ കൊല്ലുവാനാണോ എന്ന് അറിയാതെ പുള്ളിക്കാരി പറഞ്ഞിട്ട് വീണ്ടും ഒത്തിരി അങ്ങ് കരഞ്ഞു. ഞാനും അവൾ ഒരുമിച്ചിരുന്നു, നമുക്ക് ഉപസിക്കാം. 2 പേരും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവച്ചു. ഇനി UP-യുടെ മധ്യഭാഗത്തു നിന്ന് ഞങ്ങൾ പെട്ടെന്ന് നോയിഡ പ്രദേശത്ത് ഓടിപ്പോകാൻ പറ്റത്തില്ല. ഏകദേശം 600 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ച് ഒരു ഉച്ചയായപ്പോ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, പപ്പ ദൈവാത്മാവിനോട് സംസാരിക്കുന്നു, ഇന്ന് ഏറ്റവും വരെ ഒന്ന് പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഇതുവരെയും ആർക്കും എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല, ആരും നമ്മളെ സഹായിക്കാന്ന് പ്രോമിസും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആര് സഹായിക്കും? നമുക്ക് ആരെയും പരിചയമില്ല, ആർക്കും നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ വളരെയധികം വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇല്ല പപ്പ നീ ATM-ൽ പോയിട്ട് വാ. ഞാൻ ATM-ൽ പോയി. ATM-ൽ ചെന്ന് ആദ്യം എൻ്റെ ATM കാർഡ് ഇട്ട് അതിൻ്റെ നമ്പറൊക്കെ അടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് 1000 എന്ന 4 പൂജ്യം കണ്ടു. അപ്പോൾ 10,000 രൂപ അക്കൗണ്ടിനകത്ത് കിടക്കുക. ഞാനത് ഭയങ്കര ഭാരപ്പെട്ടു. എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നോയിഡേക്കലാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കാം. UP-യിലേക്കകത്ത് ഞാൻ പൈസ വിഡ്രോ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചടയ്ക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ പൈസ എടുത്തില്ല. ഞാൻ ചോദിച്ചു, ഒരു പക്ഷേ മിഷൻ ഖരാബായിരിക്കും, അല്ലെങ്കിൽ അത് ഇതായി പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും സാരമില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് ഒന്നുകൂടെ ഇട്ടു നോക്കിയപ്പോൾ വീണ്ടും അതേ എമൗണ്ട് കാണിക്കുന്നു. അപ്പോൾ വീണ്ടും എനിക്കൊരു ഡൗട്ട് തോന്നി. ഒന്നുകൂടെ ഇട്ടു വെക്കാം. ഞാൻ 3 പ്രാവശ്യം ഇട്ടു. 3ാമത്തെ പ്രാവശ്യം ഇത് കണ്ടു. എനിക്കാണെങ്കിൽ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുക. കാരണം ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നതാ. ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ എന്തായാലും ധൈര്യമായിട്ട് 3ാമത്തെ പ്രാവശ്യം ഇട്ട് പൈസ വന്നപ്പോൾ ഇത് എമൗണ്ട് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഒരു 1000 രൂപ വിഡ്രോ ചെയ്തു. 1000 രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി വേദന തോന്നി. ഞാൻ അവിടുന്ന് വിഡ്രോ ചെയ്ത പൈസയും കൊണ്ട് ATM-ന്ന് ഞാൻ വീട് വരെ വരുന്ന വഴിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആരാണ് ഈ പൈസ അയച്ചത്? ഞാൻ വീട്ടിൽ ചെന്ന് കാല് വെക്കുന്നതിന് മുമ്പ് എനിക്കെതിരെ മറുപടി വരും. ഇല്ല എങ്കിൽ ഞാൻ ഈ പൈസ തിരിച്ച് ഈ ATM-ൽ ഇടുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. അന്ന് എനിക്ക് സൈക്കിൾ ഉള്ളായിരുന്നു. എനിക്ക് നടക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ തന്നതാ. ആ സൈക്കിളും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ സൈക്കിൾ ഓടിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് സൈക്കിൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് കയറുന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോള് വന്നപ്പോൾ ഞാൻ ആദ്യം സംശയിച്ചു, ഇത് എനിക്ക് അറിയത്തില്ല എവിടെ നിന്ന് വന്നതെന്ന്. പക്ഷെ ഈ ഫോൺ കോൾ വന്നത് ബോംബെയിൽ നിന്ന്.
ഞാൻ ആർക്കും അഡ്രസ്സോ അല്ലെങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ടില്ല. പക്ഷെ എങ്ങനെയോ ഇദ്ദേഹത്തിന് എന്റെ നമ്പർ കിട്ടി. നമ്പർ ഇങ്ങനെയായിരുന്നു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ഫാസ്റ്റർ പേര് ജോസ് പ്രകാശ് ജോർജ് എന്നല്ലേ? ഞാൻ പറഞ്ഞു ആന്ന്. ഫാസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു 10,000 രൂപ അയച്ചിട്ടുണ്ട്. എന്റെ പേര് മനോജ് പോൾ എന്നാണ്. ഞാൻ ചോദിച്ച് ഇതെങ്ങനെ നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടി? അപ്പൊ അതേ എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടു, ഇന്ന ആളിന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ അയക്കണം. അക്കൗണ്ട് നമ്പർ കിട്ടാനായിട്ട് അദ്ദേഹം അന്ന് രാത്രി പലരെയും കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം വിളിച്ചതിന് ശേഷം ലാസ്റ്റില് ഞങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു പാസ്റ്ററിൽ നിന്ന് ഈ അക്കൗണ്ട് നമ്പർ കളക്ട് ചെയ്ത് പുള്ളിക്കാരന് എനിക്ക് അയക്കുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ തീർന്ന് നമുക്ക് അയക്കാം. പക്ഷെ അന്ന് അക്കൗണ്ട് നമ്പർ ഇല്ലെങ്കിൽ അയക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കാര്യം. കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങുമ്പോൾ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു. ഈ അനുഭവ യാത്രയിൽ കൂടി എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. ആ മിഷണറി യാത്ര ഞങ്ങൾ കടന്നുപോയി. ഏകദേശം വീണ്ടും വില്ലേജ് തോറും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓരോ വില്ലേജിനകത്തും ദൈവദാസന്മാരുണ്ടായിരുന്നു. ഞാനങ്ങനെ ദൈവവേല പ്രവർത്തിച്ച് ഫത്തേപൂരിൽ പ്രവർത്തനം ആരംഭിക്കും. ഒരു വ്യക്തി മുഖാന്തരമാണ് ഫത്തേപൂരിലെ പ്രവർത്തനം ആരംഭിക്കാനിടയായത്. എന്നാൽ ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഇടയായി. ഒരു ഡിസ്ട്രിക്റ്റിലല്ല, ഇപ്പോ ദൈവകൃപയാൽ 4 ഡിസ്ട്രിക്റ്റിനകത്ത് കർത്താവിന്റെ വേല ചെയ്തെടുക്കുവാൻ ആ കാരണത്തിലിടയായി. 2018 ആയപ്പോൾ ഏകദേശം നമുക്ക് 38 വർക്കേഴ്സിനെ ദൈവകൃപയാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റി. അവരെ ലോക്കൽ ട്രെയിനേഴ്സ് ആണ്. അവരെ ട്രെയിൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയിലാക്കി 4 ഡിസ്ട്രിക്റ്റിലേക്ക് ആക്കാൻ ദൈവകൃപയിലിടയായി. 2018 ജനുവരി മാസം 1-ാം തീയതി ആയപ്പോൾ ദൈവം എനിക്ക് ദർശനം നൽകി. സഭയിൽ ഒത്തിരി വിശ്വാസികൾ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ആരാധനയ്ക്ക് കൂട്ടാൻ വരുന്നു. അപ്പൊ എന്റെ ദർശനം ഇതായിരുന്നു, 1 മാസത്തിൽ 3 ദിവസത്തെ ട്രെയിനിങ്, ബൈബിൾ സ്റ്റഡി, 3 ദിവസത്തെ ഉപവാസപ്രാർത്ഥന. അങ്ങനെ ആയപ്പോൾ ഈ ഉപവാസപ്രാർത്ഥനയിൽ സ്നാനം കൊടുക്കും. അങ്ങനെ ഏകദേശം ഒത്തിരി പേരെ കർത്താവ്, ഞാൻ അതിന്റെ ആൾക്കാരുടെ എണ്ണമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരി പേരെ കർത്താവിന്റെ കൃപയാൽ കടന്നു. ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് ഒത്തിരി പേര്, അങ്ങനെ 4 ഡിസ്ട്രിക്റ്റ് ഒത്തിരി ദൂരമുള്ള സ്ഥലങ്ങളാണ് കടന്നുപോയി. കർത്താവിന്റെ കൃപയാൽ എനിക്ക് അവരെ വാർത്തെടുക്കുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, സ്നാനം കൊടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇതൊന്നും എന്റെ കഴിവല്ല, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, നിങ്ങളുടെ പ്രാർത്ഥന ഒന്നു മാത്രം ചെയ്യാനിടയായി. 2018 ജനുവരി മാസം ആയപ്പോൾ ദൈവം എനിക്ക് ദർശനം നൽകി. എന്നെ ആരോ കൊല്ലുന്നു, എന്നെ ഉപദ്രവിക്കാൻ പോകുന്നു എന്നൊരു സ്വപ്നം കണ്ടു. രാത്രി ഒരു 12-1 മണിയായപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് എന്നെ ഈ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ? എന്നെ കൊല്ലുന്ന ഒരു കാഴ്ചയാണല്ലോ ഞാൻ ഈ കാണുന്നത്. എൻ്റെ ഭാര്യ ഇവിടെ ഒരു നേഴ്സാണ്, മിഷൻ ഹോസ്പിറ്റലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി ക്ഷീണിച്ച് കിടക്കുക. ഞാൻ പറയും, മോളെ എഴുന്നേക്ക്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല, എൻ്റെ കണ്ണിനകത്ത് ഇങ്ങനെ ഈ ഭയം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വയ്യെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നു. അല്പം ആശ്വാസമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സെയിം അതേ സ്വപ്നം തന്നെ ദൈവം എന്നെ കാണിക്കും. അപ്പൊ അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ഭയം തോന്നി. ഞാൻ വീണ്ടും ഇവിടെ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ 3-ാമത്തെ പ്രാവശ്യം വീണ്ടും സ്വപ്നം കാണിച്ചു. അപ്പൊ 3-ാം സ്വപ്നം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തുറന്നു. ഇല്ല, എൻ്റെ കൂടെയുള്ള വർക്കേഴ്സിനെ കൂടെ വിളിച്ച് ഈ വിഷയം ഷെയർ ചെയ്യണം. ഞങ്ങൾ 38 പേരെയും വിളിച്ച് ഞങ്ങൾ ചെറിയ റൂമിനകത്തിരുന്ന് എൻ്റെ വിഷയങ്ങളെല്ലാം ഇതുപോലെ ഷെയർ ചെയ്തു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം, ഇതാണ് ഞങ്ങളുടെ വിഷയം, ദൈവം എന്തോ നമ്മളോട് സംസാരിക്കാൻ പോകുന്നു, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഉപസിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അവരെല്ലാം വലിയ ദൂരം യാത്ര ചെയ്യുന്നവരാ. 4 മണിയെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം യാത്ര ചെയ്തു പോയി. കാരണം അവർക്ക് അവരുടെ ഭവനത്തിൽ എത്തണമെങ്കിൽ 4 മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടിൽ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ രാത്രി 7-8 മണിയാവും. ലാസ്റ്റ് ബസ്സേ അവിടെ 4 മണിക്ക് തിരിക്കുന്നത്. അവര് വന്ന് പ്രാർത്ഥന കഴിഞ്ഞു. അവർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു ഇത് കിട്ടും, സമാധാനം കിട്ടുന്നത്. അപ്പൊ ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം കൂടെ ഏകദേശം 500-600 പേര് ലീഡേഴ്സ് എല്ലാം കൂടെ അവിടെ മീറ്റിങ്ങിന് വരും. അപ്പൊ ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നുപോയി. ഫെബ്രുവരി മാസം 6-ാം തീയതി ഞാൻ മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ അവിടെ ചെന്നപ്പോൾ വെളുപ്പിന് ഒരു 2 മണി ആയപ്പോൾ
ദൈവം എന്നെ വീണ്ടും ഇതേ സ്വപ്നം കാണിച്ചു. 3 പ്രാവശ്യം എന്നെ സ്വപ്നം കാണിച്ചത് കൂടാഞ്ഞിട്ട് 4ാമത്തെ പ്രാവശ്യം സ്വപ്നം കാണിക്കുകയും ആ സ്വപ്നത്തിന് പിന്നടിയായിട്ട് എന്നെ ഒരു വചനം എഴുതി കാണിച്ചു. ആ വചനം ഇതായിരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം 28ാമത്തെ അധ്യായം. ഞാൻ പെട്ടെന്ന് ഞെട്ടിയും എഴുന്നേറ്റു. രാത്രി ഒരു 3 മണിക്ക് കഴിഞ്ഞു. കാരണം ഞാൻ കണ്ട സ്വപ്നം എനിക്ക് ഭയാനകമായ സ്വപ്നമാണ്. എനിക്ക് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഭയമുള്ള സ്വപ്നമായിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് കാണും. ജനുവരി മാസം മുതൽ തുടങ്ങിയതായ സ്വപ്നം കാണാൻ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിന്യൂ സ്വപ്നം കണ്ടിട്ടില്ല. ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്ക് ദൈവാത്മാവ് എനിക്ക് വചനം കൂടെ കാണിച്ചു. ഞാൻ എഴുന്നേറ്റു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ കിടക്കുന്ന റൂമിനകത്ത് പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ ആ 1 ദിനവൃത്താന്ത പുസ്തകം 28ാമത്തെ അധ്യായം മുഴുവനും ഞാൻ വായിച്ചു. ഞാൻ 1 വായിച്ചു, 2 വായിച്ചു, 3ാമത്തെ വായിച്ചിട്ട് എനിക്ക് ഇത് മനസ്സിലാകുന്നില്ല. കാരണം എൻ്റെ ഉള്ളിനകത്ത് സ്വപ്നവും കിടക്കുന്നുണ്ട്, ഈ വാക്യവുമായി എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ദേഷ്യവും സങ്കടവും ഞാൻ കരയാൻ തുടങ്ങി. ദൈവമേ, എന്താണ് അങ്ങ് എന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് വ്യക്തമായിട്ട് ഇടപെടണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു വാക്യം ഒന്നുകൂടെ എഴുതി കാണിച്ചു. 1 ദിനവൃത്താന്തം 28ാം അധ്യായം അതിന് 20ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവം 5 കാര്യങ്ങൾ പഠിപ്പിച്ചു, എന്നെ കാണിക്കുക. ഞാൻ തുടർന്ന് ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ചു. ഇങ്ങനെയാണ്. 1ാമത്തത്, ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക. 2, ഭയപ്പെടരുത്. 3, ഭ്രമിക്കരുത്. 4, യഹോവയായ ദൈവം നിന്നോടുകൂടെ ഉണ്ട്. 5ാമത്തെ പോയിന്റാണ് എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ടച്ച് ചെയ്തത്. ആ 5ാമത്തെ വാക്യം പറയുന്നത്, യഹോവയുടെ ആലയത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ടച്ച് ചെയ്തു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ പോയി ഫ്രഷായി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്ന ദേവദാസം പറഞ്ഞു, പക്ഷേ നമ്മുടെ സാർ വരുന്നുണ്ട്, സാറിനെ എയർപോർട്ടിൽ പോയി പിക്കപ്പ് ചെയ്യണം. അന്ന് എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി സാറിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആരാധനയ്ക്ക് എന്ന് ആ ദേവദാസനാണ് അന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത്. രാവിലെ 5 മണിക്ക് ആരാധന തുടങ്ങണം. 5 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ തന്നെ 5 മണിക്ക് തന്നെ ഞങ്ങൾ ആ ഹോളിനെത്തി. അപ്പൊ എന്നോട് പറഞ്ഞു, ജോസ് യു കം സൂൺ എന്ന് പറഞ്ഞിട്ട് സാർ നേരെ മെസ്സേജ് പറയാനായിട്ട്, നേരെ വർഷിപ്പ് ഒന്നും ചെയ്യാൻ പോയില്ല, നേരെ മെസ്സേജ് പറയാനായിട്ട് സ്റ്റേജിലേക്ക് കയറി. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തുകൊണ്ട് ആ ഫ്രണ്ട് സ്റ്റേജിൽ ചെന്നങ്ങ് ഇരിക്കാനിടയിൽ. ചേർന്ന് ഇരുന്ന ഉടനെ തന്നെ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ച അതേ വചനം ദൈവദാസൻ അവിടെ പറയാനിടയായി. 1 ദിനവൃത്താന്തം 28ാം അധ്യായം അതിന്റെ 20ാമത്തെ വാക്യം. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചത് എന്നോട് ഇന്ന് വചനത്തിൽ കൂടി ഇടപെടുക. 1, സ്വപ്നത്തിൽ കൂടി ഇടപെട്ടു. 2, ദർശനത്തിൽ ദൈവം എനിക്ക് വചനം നൽകി. 3, ഇതാ പ്രവാചകനിൽ കൂടി എന്നോട് സംസാരിക്കും. ഈ പ്രവാചകനിൽ കൂടി പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ രാത്രിയിൽ എന്നോട് പറഞ്ഞ 5 പോയിന്റ് സാർ അതേപോലെ എഴുതി വെച്ചിട്ട് ലാസ്റ്റില് അവസാനം പറയും, എൻ്റെ ആലയത്തിന്റെ ശുശ്രൂഷ ചെയ്തിരിക്കുവോളം നിനക്കൊരു പ്രയാസം ഉണ്ടാകത്തില്ല എന്ന് ഈ വാക്യം എൻ്റെ മുഖത്ത് നോക്കി പറയാനിടയായി. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ ഒന്ന് കുത്തി കയറ്റുന്നത് പോലെയുള്ള വേദന. ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ, ഇതാണോ അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹം? ഞാൻ എന്നെ തന്നെ അവിടെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ മടങ്ങി തിരിച്ച് എൻ്റെ വില്ലേജിലേക്ക്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് 600 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ഞാൻ ഫത്തേപൂറിൽ വന്നു. ഫത്തേപൂറിൽ വന്ന് എല്ലാ മാസം ചെയ്യുന്നത് പോലെ 3 ദിവസത്തെ ട്രെയിനിങ്, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പം അത് 15 ദിവസം ഡിസ്റ്റൻസ് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് 40 പേര്, 50 പേര്, 60 പേര്, ചിലപ്പോൾ 100 പേര്, 150 പേര് സ്നാനപ്പെടാറുണ്ട്. ഇപ്പൊ സ്നാനപ്പെടുത്തുന്നത് ഇതിനടുത്തുള്ള ഒരു പാസ്റ്ററുടെ ചർച്ചിലാണ്. ആ സഭ ചെറുതാണെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മൾ സ്നാനം കൊടുത്തിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഞാൻ അവിടെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ മുകളിൽ നിന്നൊരു വീഡിയോ എടുക്കുന്നു. അപ്പൊ സ്നാനം കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. അവിടെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും. അന്ന് 18 പേര് മാത്രമേ സ്നാനപ്പെടാനുള്ളായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ തയ്യാറായി വന്നവരെ 18 പേരെ കൊണ്ട് സ്നാനം.
ക്ലാസ് കഴിഞ്ഞു, സ്നാനം കൊടുത്ത് തിരിച്ച്, സ്നാനം കൊടുത്തതിന് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ഞാൻ അവരെ തിരിച്ചിങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെട്ടെന്ന് ഒരു 10-50 പേര് എവിടെ നിന്നൊന്നും അറിയത്തില്ല, ഞാൻ സ്നാനം കൊടുത്ത ചർച്ചിന് ചുറ്റും വളഞ്ഞു കൂടിയിട്ട് അവര് ഭയങ്കരമായ രീതി. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയകത്ത്. പക്ഷെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഇവരകത്ത് കയറി വന്നു. അകത്ത് വരുന്ന ചർച്ചിനകത്തുള്ള സക്കല, അത് എന്റെ ചർച്ചല്ല, വേറെ ആളുടെയാണ്, ചർച്ചിനകത്തുള്ള സക്കയില കസേര അടിച്ച് തകർത്തു, പിന്നെ അവിടുത്തെ ജനൽ തകർക്കുന്നു, വാതിലടിച്ചു പൊട്ടിക്കുന്നു, ഭയങ്കര ബഹളം. പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് പുറത്തിറങ്ങി. ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കുക. കാരണം എനിക്ക് ഭയങ്കര കാരണം ഇതിനൊക്കെ പൈസ ആര് കൊടുക്കും? ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. എന്റെ നെഞ്ചിങ്ങനെ നല്ലവണ്ണം അടിക്കാൻ തുടങ്ങി. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. പെട്ടെന്ന് അവിടുന്ന് എന്നോട് ഒന്ന് ചോദിച്ചു, ആപ്ഖോനെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞു. ഇത്ര മാത്രം എനിക്ക് പറയാൻ പറ്റി, പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. 50 പേര് എന്നെ ഒത്തിരി ഉപദ്രവിപ്പിക്കാൻ, എന്റെ ഈ സ്ഥലം മുതൽ ഈ ഭാവം വരെ ഒത്തിരി ഉപദ്രവിച്ചു. ആ അടിയിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ മയങ്ങി താഴെ വീണു. മയങ്ങി താഴെ വീണെങ്കിലും അവരെന്നെ വെറുതെ വിട്ടില്ല. രണ്ടാമത് എന്നെ വലിച്ചിഴച്ച് അടുത്ത റൂമിൽ കൊണ്ടിട്ട്, അപ്പോഴത്തേക്ക് ഞാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിട്ടില്ല എന്നെ. അവിടെ ഇട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങി. ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാൻ ഒരു പരുവമായി. എനിക്ക് താഴെ വീണോ, എനിക്ക് ഓടണമോ എന്തോന്നറിയത്തില്ല. ഞാൻ അങ്ങനെ കൈയും കാലും ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം അടിച്ചപ്പോൾ ഞാൻ താഴെ വീണു. ഞാൻ മരിച്ചവനെ പോലെയാണ്. ഇപ്പം അങ്ങനെ കിടന്നുപോയി. പിന്നെ അവര് പോലീസിനെ വിളിച്ചു. ഒരാൾ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, അവൻ മരിച്ചുപോയി, ചത്തുപോയി, ഇനി നമുക്ക് വിട്ടേച്ച് പോകാം. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നോണ്ട് എൻ്റെ ദേഹത്ത് വെള്ളം തളിച്ചു. ഞാൻ ബോധം തെളിഞ്ഞു. ഉടനെ ഞാൻ എഴുന്നേറ്റിരുന്നു. എന്നോട് പെട്ടെന്ന് പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അറിയത്തില്ല, ഞാൻ പെട്ടെന്ന് അവിടുന്ന്, എനിക്കൊരു മാരുതി 800 ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തു. ഞാൻ വണ്ടി തിരിച്ചു. ഞാൻ ക്യാമ്പസിന് അങ്ങോട്ട് പോയപ്പോഴത്തന്നെ എന്നെ ഉപദ്രവിച്ച 50 പേരും പറഞ്ഞു, ഇവനെയാ സാറേ നമ്മൾ പിടിക്കാൻ വന്നത്, നിങ്ങൾ എന്തിനാ ഇദ്ദേഹത്തെ വിട്ടത്? ഇവരെല്ലാം കൂടെ എന്നെ പിടിക്കാനായിട്ട് ഓടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അവിടുന്ന് രക്ഷപ്പെടാനിടയായി. ദൈവത്തിന്റെ വാഴ്ത്തത്തെ എൻ്റെ മേൽ കിടക്കുന്നത്. എൻ്റെ ആലയത്തിന്റെ പണി നീ ചെയ്തു തീർക്കുമ്പോളം നിനക്കൊന്നും സംഭവിക്കില്ല. പ്രതികൂല നടുവിൽ കൂടിയാണ് ഞാൻ കടന്നു പോയതെങ്കിലും കർത്താവ് എന്നെ അവിടെ രക്ഷിപ്പാനിട. എൻ്റെ പ്രാണനൊന്നും സംഭവിച്ചില്ല. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. എൻ്റെ ശരീരത്തിൽ ഒത്തിരി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷേങ്കിൽ ഇപ്പോഴും എൻ്റെ ശരീരത്തിനകത്ത് ആ വേദന വിട്ടുമാറിയിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, 2018 ഈ സംഭവത്തിന് ശേഷം 2021 ആയപ്പോഴത്തേക്ക് എന്നെ കൊറോണ പിടിച്ചു. കൊറോണ എന്ന് പറഞ്ഞാല് വളരെ വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. സിഗാബി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മരിച്ചു പോകും. എൻ്റെ അടുത്തിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം മരിച്ചു പോകുന്ന കാഴ്ചയായി ഈ കാണുന്നത്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഡോക്ടറെ വിളിച്ചിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, സിസ്റ്റർ ഷീജ, സോറി, ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് കണ്ടീഷനിലാണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ, എനിക്ക് തോന്നുന്നില്ല, കാരണം മറ്റ് പേഷ്യന്റ് അഡ്മിഷനൊക്കെ പാസ്റ്ററിന് ഇച്ചിരി കൂടുതലാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവള് മാറി നിന്നുകൊണ്ട് കരയുന്നത് എനിക്ക് കാണാം. എന്തോ മനസ്സിനകത്ത് ഒരു ചിന്ത തോന്നി, ദൈവമേ അങ്ങനെ വിളിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി തീർക്കുമ്പോഴോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് അങ്ങ് എനിക്ക് വാഴ്ത്തത്വം നൽകിയല്ലോ. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊള്ളതിനാൽ ഭൂലോകത്തിലെങ്ങും കടന്നു വരുന്ന പരീക്ഷ കാലഘട്ടത്തിൽ ഞാൻ നിന്നെ കാക്കും. ഈ വചനം എൻ്റെ ഉള്ളിനകത്ത്, ഞാൻ ഹിന്ദിയിലാണ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഉള്ളിനകത്ത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അതുവരെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എൻ്റെ മാസ്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ഓക്സിജൻ തരുന്ന മാസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറഞ്ഞു. എൻ്റെ വൈഫ് പ്രാർത്ഥനയോടുകൂടെ എനിക്ക് ഒരു റൊട്ടി തന്നപ്പോഴത്തേക്ക് പുള്ളിക്കാർ പറയുക, ഇന്ന് ദൈവകൃപയാൽ ഇത്രയും ദിവസത്തിന് ശേഷം ഒരു ചപ്പാത്തി കഴിച്ചല്ലോ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പറയട്ടെ, ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവം എനിക്ക് ഒത്തിരി റിക്കവറി നൽകി. ഞാൻ അതിൽ നിന്നും മുക്തി പ്രാപിച്ച് കടന്നു വന്നു. 2022 ആയപ്പോ വീണ്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രശ്നം എന്തുവാ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽ പീഡനം ആരംഭിക്കാൻ തുടങ്ങി. പീഡനം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെയും പിടിക്കാൻ തുടങ്ങി.
ഓരോ മാസത്തിൽ 2 പേര് വെച്ച്. അങ്ങനെ 5 മാസം കൊണ്ട് ഈരണ്ട് ദൈവദാസന്മാരെ അറസ്റ്റ് ചെയ്തു, അവരെ കൊണ്ടുപോയി. അപ്പോഴൊക്കെ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. കാരണം ദൈവം എനിക്ക് ഓൾറെഡി ദർശനം നൽകിയതാണ്. ഇത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയാണ്. ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ, കർത്താവേ, ഇത് നിന്റെ പ്രവൃത്തിയാണെങ്കിൽ അങ്ങ് അവിടുന്ന് ആരോടും പറയാതെ ഇവരെ ജയിലിൽ നിന്ന് ഇറക്കണമേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കും. ഓരോരുത്തര് ഒരു മാസം, ചിലർ 15 ദിവസം, അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലായി. ഇവരെല്ലാം പുറകിൽ പോകുന്ന ഞാൻ. അപ്പൊ അവരുടെ നോട്ടിനകത്ത് എൻ്റെ പേര് എപ്പോഴും കിടപ്പുണ്ടായിരുന്നു. ഇത് നമുക്ക് ശ്രദ്ധിക്കുന്നില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇവര് 3 വർഷമായിട്ട് ഇവരെന്റെ പുറകിൽ വാച്ച് ചെയ്തു എന്നുള്ളത് അവിടെ പോലീസുകാർ പറയുന്നത് ഞാൻ കേട്ടതാണ്. 3 വർഷമായിട്ട് നിന്റെ പുറകെ ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആരാണ് ആ വ്യക്തി, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതെല്ലാം വില്ലേജിനകത്താണ് പോകുന്നത്, എത്ര ഡിസ്ട്രിക്റ്റിനകത്ത് നിനക്ക് വർക്കുണ്ട്, എത്ര ബൈബിൾ നീ അവിടെ വില്ലേജിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, എത്ര പേരെ സുവിശേഷം പറഞ്ഞ് അവർ ക്രിസ്തുവിലേക്ക് കൊണ്ടു സ്നാനം കൊടുത്തു, ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു അറിയാത്ത ഒരു വ്യക്തിയെ പോലെ സുവിശേഷവുമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പൊ ഇത് നേരത്തെ ദൈവം എനിക്ക് ദർശനം നൽകിയതാ, എൻ്റെ ആലയത്തിന്റെ പണി. അപ്പൊ ഇതിനെനിക്ക് പീഡനം ഉണ്ടെന്നും പ്രയാസമുണ്ടെന്നും ഒക്കെ ദൈവത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ 2022 ഓരോരുത്തരും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്താണ് അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് അവിടെ നിന്ന് ചെയ്യണം. വാസ്തവത്തിൽ പറയട്ടെ, ഓരോ മാസം കഴിയുന്നതോറും ദൈവം അവരെ ഇറക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോ 2022 ഏപ്രിൽ മാസം 14 തീയതി ആയപ്പോ ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ആലയത്തിനകത്ത്, അതായത് വേറൊരു ഞാൻ സ്നാനം കൊടുത്ത ചർച്ചിനകത്ത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കുറെ സ്റ്റാഫും കുറച്ചു പേരും അവിടെ പ്രേയറിന് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ പെസക വ്യാഴാഴ്ച ഇരുന്ന് രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ചർച്ച് ഇങ്ങനെ പൂട്ടി. 2 സൈഡിലും അവര് എന്താ പറയാമോ തലയിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ട് ഏകദേശം 500-ലധികം പേര് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ദേവനെ വിളിക്കുകയും ഇവരെ മുഴുവനും ജയിലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ വളരെയധികം ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ട്. ഏകദേശം 58 പേരെ അന്ന് അവരെ അറസ്റ്റ് ചെയ്തു പോലീസ്. അവരൊരിക്കലും വിടാൻ ആഗ്രഹിക്കുന്നില്ല, അവരെ ജയിലിൽ വിടണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഈ 58 പേരെയും ജയിലിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവരെ കൊണ്ടുവന്നിട്ട് അവര് ആദ്യം ചോദിച്ചു, നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ പിതാവിന്റെ പേര്, നിങ്ങൾ ഏത് ജാതിയിൽ നിന്ന് വന്നു, നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത്, ക്രിസ്തു മതം സ്വീകരിച്ചത്. ഒത്തിരി പീഡന, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ അവരെ വളരെയധികം പീഡിപ്പിച്ചു. ഏകദേശം 5 കുഞ്ഞുങ്ങളെയാണ് അവരുടെ വിദ്യാഭ്യാസം തകരുവാനിടയായിത്തീർന്നത്. 5 പേരെ അവര് ഒരാളെ ജയിലിൽ വിട്ടു, ബാക്കി 4 പേരെയും അവർ FIR എഴുതി അവരുടെ പേരിട്ട് അവരുടെ വിദ്യാഭ്യാസം വളരെയധികം അവർക്ക് ഒത്തിരി ഭാരമുണ്ടായി. ബാക്കി ഞങ്ങൾ പറയട്ടെ, 58 പേര് ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 29 പേരെ അപ്പോൾ തന്നെ പുറത്ത് അന്ന് ലേഡീസിനെ തിരിച്ചു വിട്ടു. ബാക്കി 29 പേരെ ജയിലിലേക്ക് വിട്ടു. അവരുടെ ആഗ്രഹം എങ്ങനെയായിരുന്നാലും ജയിലിലേക്ക് കുറഞ്ഞത് ഒരു 6 മാസം 7 മാസം ഇട്ടേക്കണം. ഞാൻ ദൈവസല്ലേ അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഇവരെ ഞങ്ങൾ 6 മാസം. അപ്പൊ അന്ന് എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ചുറ്റുപാടിൽ നിൽക്കുമ്പോഴാണ് ദൈവം വലിയ അത്ഭുതം ചെയ്തത്. ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ, ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നേരെ അവിടെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേര് ആ ചർച്ചിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ 500 പേര് ഓടി വന്നിട്ട് പറയാ, ഇവനെയാണ് നമ്മൾ അടിച്ചത്, ഇവനാണ് സ്നാനം കൊടുത്തത്, ഇവനെ നമുക്ക് ഇന്ന് കൊല്ലണം. ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എങ്ങനെയോ സ്വർഗത്തിലെ ദൂതന്മാരെ അയക്കുന്നത് പോലെ പോലീസുകാർ എനിക്ക് ചുറ്റും കടന്നു. നമ്മളെപ്പോഴും പറയാറില്ലേ, ശക്തരൊക്കെ മേശക അഭയത്തിനോകുന്നേ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിച്ചത്. പക്ഷെ വാസ്തവത്തിൽ ഞാൻ പറയട്ടെ ദിവസമാരെ, ഞാനത് വാസ്തവത്തിൽ അത് കണ്ടു. പോലീസുകാർ എനിക്ക് ചുറ്റും പെട്ടെന്ന് എനിക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിരിക്കെ, കാലവിന്റെ കൃപ പറയട്ടെ, ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചത് ദൈവം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നേരത്തെ ഒരു വാക്യം നൽകി അറിയുമോ, എന്റെ ആലയത്തിന്റെ പണി ചെയ്തു തീർക്കുമ്പോഴോ നിനക്കൊരബദ്ധം സംഭവിക്കില്ല. വാഴ്ത്തത്തെ എന്റെ ഉള്ളിൽ കടന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞങ്ങളെ അവിടെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ച് ജയിലിൽ ഇവരെ ഇറക്കാനായിട്ട് വന്നു. ജയിലിൽ ഇറക്കാനായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട്, അപ്പോഴത്തേക്ക് അവർ പ്ലാൻ ചെയ്തത് ഒരു ബ്രാഹ്മൺ ജഡ്ജാണെന്ന് അവിടെ ഇരുന്നത്, ഇവരെ എങ്ങനെയെങ്കിലും 6 മാസത്തെ ചെയ്യാനായിട്ട്. പക്ഷെ എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വേറായിരുന്നു.
അദ്ദേഹത്തിന്റെ ഫാദർ അന്ന് മരിച്ചുപോയി. അദ്ദേഹം അന്ന് അവധിയെടുത്ത് പോയി. ആ സ്ഥാനത്ത് ഞാൻ താമസിക്കുന്ന ഫത്തേപൂരിൽ നിന്ന് ഹൈക്കോർട്ട് വരെ, അലഹബാദിന് ഹൈക്കോർട്ട് വരെ എത്തണമെങ്കിൽ 150 കിലോമീറ്റർ ഉണ്ട്. അന്ന് അവിടുന്ന് ജഡ്ജിനെ വിളിച്ചു. ആ ജഡ്ജ് അന്ന് അവിടെ കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ആയിരുന്നു. ഞങ്ങൾക്കെതിരായിട്ട് ഒരു FIR എഴുതി. ആ FIRനകത്ത് 5 വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 3 വകുപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് അന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. ദൈവത്തിന്റെ കൃപ പറയട്ടെ, 6 മാസത്തെ സമയം തന്നത് ഒറ്റ ദിവസം കൊണ്ട് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ മിഷണറി യാത്രയിൽ ദൈവം എന്നെ പഠിപ്പിച്ച, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കാര്യങ്ങളിൽ ഒന്ന് ഭയങ്കരമായ രീതിയിൽ ഞാൻ കാണാത്തത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ കൂടിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ എന്റെ പുറകെ നടക്കാൻ തുടങ്ങി. ആരാണ് ഈ വ്യക്തി, എവിടെയാണ് താമസിക്കുന്നത്, മൊത്തം അന്വേഷണം നടത്തി. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, 2023 ഫെബ്രുവരി മാസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ ആൾക്കാരുടെ എല്ലാം ബെയിൽ എടുക്കാനായിട്ട് ഞാൻ ഹൈക്കോർട്ടിൽ പോയി. കാരണം ഞങ്ങൾക്ക് ബെയിൽ ഇവിടുന്ന് കിട്ടുന്നില്ല. ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് അവരെ ഞങ്ങൾ റിജക്ട് ചെയ്തു. ഈ ഓരോ വ്യക്തികൾക്കും ബെയിൽ ഞങ്ങൾക്ക് എടുക്കണമെങ്കിൽ, എന്നാൽ വീണ്ടും ഈ 58 പേരെ അറസ്റ്റ് ചെയ്തത് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ വെറുതെ വിട്ടില്ല. അവർ ഓരോരുത്തരും പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കെല്ലാം ബെയിൽ എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ നേരെ ഹൈക്കോർട്ടിൽ ചെന്ന് ബെയിൽ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായി. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന പോകില് എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു. എൻ്റെ വാഹനം അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി, എൻ്റെ മൊബൈൽ കൊണ്ടുപോയി, എനിക്കുണ്ട സകലതും അവർ കൊണ്ടുപോയി എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസം വെച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസം ഇരിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അവർ നല്ലവണ്ണം നമ്മളെ സ്നേഹിക്കും. അവരുടെ വടി കൊണ്ടും അവരുടെ കൈ കൊണ്ടും അവരുടെ വാ കൊണ്ടും ഒത്തിരി എന്നെ സ്നേഹിച്ചു. എൻ്റെ കൂടെ ഇരുന്ന വേറെ പുള്ളിക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങളെ ഈ പീഡനം അനുഭവിച്ചു. അതിനുശേഷം 3-ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങൾ ജയിലിലേക്ക് വിട്ടു. ജയിലിലേക്ക് കയർന്ന് ചെല്ലുമ്പോൾ അവര് ഞങ്ങളെ സ്വാഗതം ചെയ്തത് നല്ല സ്നേഹിച്ചാണ് സ്വാഗതം ചെയ്തത്. അത് ആദ്യത്തെ 14 ദിവസം റിമാൻഡിലായിരുന്നു. റിമാൻഡിന്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കാനേ പറ്റത്തുള്ളൂ. നേരെ കടന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും, കാരണം ഗുണ്ടകളാണ് അതിനകത്ത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ ദൈവത്തോട് പറയാം, എനിക്ക് ഷുഗറിന്റെ അസ്വസ്ഥതയുണ്ട്, എനിക്ക് ഭയങ്കര പീഡനമുണ്ട്. അപ്പോൾ എന്നെ ചാർജ് ചെയ്തത് 5 FIR. ഒരു FIRനകത്ത് 7 വകുപ്പുകൾ വെച്ച് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഇനി പുറം ലോകം കാണത്തില്ല. എന്നെ 5 FIR എഴുതി. എൻ്റെ വാഹനം അവരെടുത്തു, എൻ്റെ മൊബൈൽ എല്ലാം പോയി, എൻ്റെ ലാപ്ടോപ്പ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സകലതും ഏകദം ഞാൻ പറയട്ടെ ഒരു ശൂന്യ അവസ്ഥയിൽ എത്തിച്ചേരാണ് ഇടയായിട്ട്. എന്നെ ജയിലിൽ കൊണ്ടുവന്നു. 14 ദിവസം റിമാൻഡിലായി. അന്നിപ്പം റിമാൻഡ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബെയിൽ കൊടുക്കരുത് ഒരു ഭാഗത്ത് അവർ വിധിപ്പാനിടയായി. വിധി എനിക്കാന്ന് പറയുമ്പോൾ ജോസ് പ്രകാശ് ജോർജിനെ ഒറ്റയ്ക്ക് ഒരു റൂമിലിടണം. അപ്പം ജഡ്ജി ചോദിച്ചു, അതെന്താ ഒറ്റയ്ക്ക് റൂമിലിടേണ്ടത്? അദ്ദേഹത്തെ ഒറ്റയ്ക്കിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ പുറത്ത് തരംപ്രവർത്തനം ചെയ്തതുപോലെ അകത്തും തരംപ്രവർത്തനം ചെയ്യും. ദൈവമക്കൾ ഒരു കാര്യം പറയട്ടെ, ജഡ്ജി പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവനെ നോർമൽ കൊടുക്കുന്നത് പോലെ അവന് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കുന്നത്. അവൻ കൊലപാതകമൊന്നും അല്ല ചെയ്തത്. പക്ഷെ സത്യത്തിൽ ജയിലിനകത്ത് കടന്നു നിന്ന് ഞാൻ പറയട്ടെ, 14 ദിവസം കഴിഞ്ഞിട്ട് എന്നെ റിമാൻഡ് മാറ്റി അടുത്ത അകത്ത് ജയിലിനകത്ത് വീണ്ടും വേറൊരു സെല്ലിലേക്ക് മാറ്റി. ഞാൻ അകത്ത് കയറി കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ശക്തമായിട്ട് വിട്ട് ബൈബിൾ വായിക്കാൻ. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട് ഓരോരുത്തരും എൻ്റെ അടുക്കൽ വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, സാറേ ഈ ബൈബിളിനകത്തുള്ള കഥകൾ പറയാൻ പറഞ്ഞു. ഞാൻ കഥകൾ പറയാൻ തുടങ്ങി. കാരണം ഞാൻ ചെന്നത് തരംപ്രവർത്തനത്തിന്റെ കേസിലാണ്. അവിടെ എനിക്ക് ബൈബിൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല സാറേ ഞങ്ങൾക്ക് ബൈബിൾ വായിക്കണം. ഒരു വ്യക്തിക്ക് ഒരു ദിവസം മാത്രം ബൈബിൾ വായിക്കാൻ കൊടുത്തു. കാരണം ഒരൊറ്റ ബൈബിൾ എനിക്കുണ്ട്, പുറത്തുനിന്ന് ബൈബിൾ മേടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ജയിലിനകത്ത് ദൈവകൃപയിൽ ഒരു ആരാധന തുടങ്ങാൻ കർത്താവ് എന്നെ ഇടയാക്കി. ഒത്തിരി പേരും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെ പാട്ടും ആരാധന ദൈവജനം. ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ എനിക്ക് സപ്പോർട്ട് നൽകി. ജയിലിനകത്ത് പ്രാർത്ഥിക്കാനുള്ള ആരാധിക്കാനുള്ളതായ അവസരം നൽകി. ഏകദേശം 35 പേർക്ക് അവർക്ക് ആ ജയിലിൽ നിന്ന് ഒരിക്കലും ബെയിൽ കിട്ടത്തില്ല എന്നവർക്ക് ബെയിൽ കിട്ടി കടന്നുപോയ ആണ് അവിടെ വിശ്വാസത്തെ വാർത്ത. ഇതൊന്നും നമ്മുടെ പ്രവർത്തനമില്ല. എന്നെ ദൈവം അവിടെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ പഠിക്കാനാണ്. അത് എന്നെ ദൈവം പഠിപ്പിക്കാനിടയായിരുന്നു. എൻ്റെ ക്രിസ്തീയ മിഷണറി യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിക്കാൻ, ദൈവം എന്നെ അച്ചീവ് ചെയ്ത അത്ഭുത കാര്യങ്ങളാണ് ഇന്ന് രാത്രി പറഞ്ഞത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ
ജൂലൈ മാസത്തിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ പുറത്തിറങ്ങുന്നത് സൂക്ഷിച്ചു വേണം, കാരണം വീണ്ടും FIR കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ 4 എണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പല ഇടത്തു നിന്നും പപ്പയുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് പോലീസ് ഇറങ്ങിയ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ ഈ സിനിമയിൽ കാണുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഹക്കീക്കത്തായി കാണുന്ന ഒരു കാഴ്ച. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എന്റെ ഭാര്യ ആരും കാണാതെ, എന്നെ ഒത്തിരി ഹൈറ്റ് ഉള്ളതാണ്, ഞങ്ങൾ രണ്ടും എന്നെ മറച്ചു പിടിച്ചിട്ട് അവർ നേരത്തെ വണ്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരെ ഹൈവേ വരെ ഒരു വണ്ടി, ഹൈവേയിൽ നിന്ന് ആഗ്ര വരെ വേറൊരു വണ്ടി, ആഗ്രയിൽ നിന്ന് പിന്നെ ഡൽഹി വരെ വേറൊരു വണ്ടി, ഡൽഹിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നേരെ കേരളം വരെ അടുത്ത്. ഇങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി 1 മാസം വരെ ഞാൻ ഒളിച്ചു താമസിക്കുന്ന പോലെ താമസിക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ ദൈവകൃപയിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് വാറണ്ട് വന്നു പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും നിങ്ങളുടെ ബെയിലെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും. ഞാനത് പേടിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ കടന്നു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരുടെയും സെക്യൂരിറ്റിയിലാണ് ഞാൻ കൂടുതൽ. ആദ്യത്തെ പ്രാവശ്യം എന്നൊക്കെ പറയുന്നത് 1 മാസത്തിൽ 4 പ്രാവശ്യം എനിക്ക് കോർട്ടിൽ പോകും. 4 പ്രാവശ്യം കോർട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഒത്തിരി അവര് ഉദ്ദേശിക്കുന്ന പോലെ പേയ്മെന്റ് കൊടുത്തില്ലേ, കാരണം UP ആണ്, പൈസ അവര് ഇഷ്ടം പോലെ മേടിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ എല്ലാ ദിവസവും ദൈവം നടത്തുവാൻ തക്കവണ്ണമായ കൃപ എനിക്ക് നൽകി. ഇന്നും എന്റെ കേസ് കോർട്ടിൽ നടക്കുന്നുണ്ട്, ഇതുവരെയും റിലീസ് ആയിട്ടില്ല, ഇതുവരെയും എന്റെ കേസ് സമാപ്തമായിട്ടില്ല, ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, സഭയുടെ പ്രവർത്തനം വളരെ ശക്തമായി ചെയ്യുന്നു. ഞങ്ങളുടെ പല സഭകളും അവര് താലയിട്ടു, അവരതിനെ ലോക്ക് ചെയ്തു, ഇനി ആരാധന നടത്തരുത്. ഞങ്ങൾക്ക് ചർച്ച് ബിൽഡിംഗ് ഒന്നുമില്ല, ഞങ്ങൾക്ക് ചർച്ചിന് സ്ഥലവും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഹൗസ് ചർച്ചസ് ആണ്. എവിടെ ആരാധന നടത്തുന്നു അവിടെയെല്ലാം അവർ വന്നിട്ട് താലയിട്ട് ലോക്ക് ചെയ്തിട്ട് അവർ സീൽ ചെയ്തിട്ട് അവരങ്ങ് പോയി. എന്നാൽ വേറൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഞങ്ങളുടെ റൂമിനെ താല ചെയ്യാൻ പറ്റും, ഞങ്ങൾ താമസിക്കുന്ന പ്രാർത്ഥിച്ചിരുന്ന ആലയത്തെ അവർക്ക് ഇത് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തെ ലോക്ക് ചെയ്യാനോ ഞങ്ങളുടെ വായ ലോക്ക് ചെയ്യാനോ പറ്റിയില്ല. ഇന്നും ഞാൻ ദൈവകൃപയിൽ 10 പേരെ ബൈബിൾ കോളേജിൽ അയച്ചിട്ടാ ദൈവകൃപയിൽ ഇരിക്കുന്നത്. ഇതൊന്നും എന്റെ മിടുക്കല്ല. പക്ഷെ ഞാൻ വില്ലേജിൽ എനിക്ക് പോകാൻ പറ്റിയിരുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് സൂം മീറ്റ് ചെയ്യാനും ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യാനും കർത്താവ് നമുക്ക് എല്ലാവരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒരു വാതിൽ പിശാച് അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ ദൈവം നമുക്ക് ഇവിടെ തുറക്കും. UP 75 ഡിസ്ട്രിക്റ്റ് ഉണ്ട്, 950 ബ്ലോക്കുകളുണ്ട്, 1,50,000 വില്ലേജുകളുണ്ട്, 26,000 അധികം 26 കോടി ജനങ്ങൾ ഈ ദേശത്തുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ദേശത്തിലുള്ള ജനം കർത്താവിനെ പകുതിയെങ്കിലും അറിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ മുഖത്തുപെടുത്തും. ഇനി ഞാൻ പറയട്ടെ, ദൈവം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ മിഷണറി യാത്രയാണ്, എന്റെ കുഞ്ഞുങ്ങൾ വളരെയധികം പ്രയാസത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പേരും എന്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. എന്റെ ഭാര്യയെ ഞാൻ ജയിലിൽ പോയതിനേക്കാൾ കൂടുതൽ വേദന എന്റെ ഭാര്യ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും പോലീസ്, ഞാൻ ജയിലിൽ കിടന്ന അത്രയും ദിവസം പോലീസ് അവളെ അന്വേഷിച്ച് ഇവിടെ വരും. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഈ ദിവസങ്ങളെല്ലാം ഇവിടെ അന്വേഷിച്ച് കടന്നു വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം 12 മണിക്ക് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവളെ ഇറക്കിക്കൊണ്ട് പോകണമെന്നുള്ള ചിന്തയിലായിരുന്നു. അവള് പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. അവരിവിടുന്ന് കടന്നുപോയി. കാരണം ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത്. ഞാനും ദൈവസ്ഥലിൽ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും കടന്നു വരാണ്ടയായി. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയട്ടെ, ഞങ്ങളെ ഇന്ന് വരെ നടത്തിക്കൊണ്ട് പോകുന്നു. ദൈവം നടത്തുന്നു. കർത്താവ് ഇവൾ മുഖാന്തരമാണ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തുണ്ട്. അല്ലെങ്കിൽ 5 FIR ഇവിടുന്ന് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹൈക്കോർട്ടിലേക്ക് വിടുമ്പോൾ അവിടെ ഇവിടെയും ഹൈക്കോർട്ടിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കർത്താവൊക്കെ ബുദ്ധി കൊടുത്തു. ഞാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് വീണ്ടും ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി നിൽക്കാൻ കർത്താവ് ഇടയാക്കിയത്. എനിക്ക് അവസരം നൽകിയ കർത്താവിന്റെ ദാസന്മാർക്ക്, പ്രത്യേകിച്ച് പാസ്റ്റർ മാത്യു ഉമ്മന് നന്ദി. അവന്റെ കർത്താവിന്റെ ദാസയെ ഷേർലി യോബിന് എന്റെ ഹൃദയമായി നന്ദി. പാട്ടുപാടിയ ഫാനി ജോസിനെ ഹൃദയമായി നന്ദിയിരിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്ത പാസ്റ്റർ മാത്യുവിന് നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. ഈ സമയത്തിന് എന്റെ സാക്ഷ്യം പറയുവാൻ ചെറുതായിട്ട് പറയാൻ കർത്താവ് ഇടയ്ക്കുന്ന. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.